എന്ത് പറ്റി മോളെ? മോളെ മേടിച്ചപ്രം കണ്ടോ? ഞാൻ വെള്ളത്തിൽ മുങ്ങി പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ അമ്മമ്മ? മൊബൈലിൽ ഓരോന്ന് നോക്കിയിരുന്നിട്ടല്ലേ? സാരല്ല, കിടക്ക്, പേടിക്കണ്ട. ചേട്ടായി അത് ഇതുവരെ വിട്ടില്ലേ? മനസ്സിൽ നിന്ന് കൊണ്ടുടി അടുത്തു ഈ പരിപാടി. വല്ലാത്തൊരു വിഷമം. എടി പണ്ട് ഇവൻ തന്നെ പറഞ്ഞിട്ട് ആ ഏലിയൻ കഥ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അതേത് കഥാ? എടി നിനക്ക് ഓർമ്മയില്ലേ? എടി 3 ഏലിയൻസ് കേരളത്തിൽ വരുന്നത്. എടി മറ്റേ ഫുട്ബോൾ പടം, ദുൽഖർ, നിവിൻ, പൃഥ്വിരാജ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യല്ലേ എന്റെ പൊന്നു ചേട്ടായി. ആൾക്കാർക്ക് മനസ്സിലാവുന്ന വല്ല എഴുതി കൂടെ? നിന്റെ ചേട്ടാ ക്രിസ്റ്റഫർ നോളായിരുന്നെങ്കിൽ നീ പുള്ളിയോട് മാതിരി ചോദ്യം ചോദിക്കുമായിരുന്നു. എന്റെ ചേട്ടായി ജെയിംസ് കാമറോൺ ആയാൽ മതി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയേ. നൈറ്റ് ഷോ 9 മണിയുടെ. 4 പേര് കൂടിയിട്ട് 2 സ്കൂട്ടിക്കാണ് പോയെ. 250 രൂപ ഞങ്ങൾക്ക് പെട്രോൾ കാശായി. പിന്നെ 4 പേരുടെ ടിക്കറ്റ് കാശ് 850 രൂപ. നൈറ്റ് ഷോ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതെ വല്ല നിവർത്തിയുണ്ടോ? അങ്ങനെ പോയി 500 രൂപ. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാകുമ്പോഴുണ്ടല്ലോ 1600 രൂപയാണ് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയെ. എന്നുവെച്ച് തല കൊണ്ട് വെച്ചതോ ഒരു തൊലിഞ്ഞ പടത്തിന്. അത് പിന്നെ പോട്ടെ, ഞങ്ങൾ സാധാരണക്കാര് ഒരു 200 രൂപ. പക്ഷെ അങ്ങനെയാണോ ചേട്ടാ ഈ കോടികൾ മുടക്കുന്ന പ്രൊഡ്യൂസറിന്റെ അവസ്ഥ? അവരെ ഓർത്തിട്ടെങ്കിലും കഥയുള്ള വല്ല കഥ എഴുതിക്കൂടെ? നീ ആള് കൊള്ളാലോടി. നിന്റെ ചേട്ടൻ പടം എടുക്കുന്നതിന് മുമ്പേ നീ പൊട്ടുന്ന ഉറപ്പിച്ചാ? പൊട്ടുന്നാണോ ഞാൻ പറഞ്ഞേ? എന്റെ ചേട്ടാ എടുക്കുന്ന പടം ഹിറ്റ് ആവണം, സൂപ്പർ ഹിറ്റ്. എനിക്ക് അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഒരു കോൾ ഞാൻ വിളിക്കാം. ആ ശരി, ഞാനും പോട്ടെ, എന്റെ സമയം പോയി. ശരി, എന്നാ വൈകുന്നേരം വിളിക്കാം. ഹലോ ഹലോ, നീ എവിടെയാണ്? ഇറങ്ങുന്നില്ലേ? എടാ ഞാൻ കുളിച്ചിറങ്ങുന്നുള്ളൂ, ഒരു 10 മിനിറ്റ് ഇപ്പം ഇറങ്ങാം. ശരി ശരി, ഒന്ന് വേഗം ആവട്ടെ. നോക്കടാ, ഓക്കെ ഓക്കെ, ശരി ശരി.